നീണ്ട രാത്രിക്ക് ശേഷം വീണ്ടും പ്രഭാതമുണർന്നു. തലേ രാത്രിയിലെ സംഭവങ്ങൾ മറന്നെന്ന വിധം സൂര്യൻ പ്രകാശിച്ചു. ചുറ്റും ഓളം തല്ലിയ ജലപ്രവാഹം പതിയെ താഴുന്നത് അവൾ കണ്ടു. കെമിയാഹ് തിരിച്ചു വരാത്തതിനാൽ ഇനി എന്തു ചെയ്യണമെന്ന് അവൾക്ക് പരിഭ്രാന്തി കൂടി. അയാൾ പ്രളയത്തിൽ പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തീർച്ചയായും അവളെ തേടി കൂടാരത്തിലെത്തുമായിരുന്നു. അയാൾ അവളുടെ കാവൽക്കാരനും രക്ഷകനുമായിരുന്നു. 3-ാം ദിവസം ജലം താഴ്ന്ന നിലയിൽ കാണപ്പെട്ടു. ഇനിയും അയാൾക്കായി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ട് അയാളെ കണ്ടുമുട്ടിയ ഇടത്തിലേക്ക് തിരിച്ചു പോകുവാൻ അവൾ തീരുമാനിച്ചു. പോകാൻ അവൾക്ക് വേറെ ഇടമില്ലായിരുന്നു. കൂടാരത്തിൻ്റെ സാമഗ്രികൾ അവിടെ ഉപേക്ഷിച്ച് ചെളിമണ്ണ് നിറഞ്ഞ ചതുപ്പിലൂടെ അവൾ ആടുകളെയും തെളിച്ച് യാത്രയായി.